നമസ്കാരം. നമ്മൾ ആക്ച്വലി സംസാരിച്ചിട്ട് കുറച്ച് നാളായി. സോ ഇന്ന് എനിക്ക് ഒരു കാര്യം പറയണമെന്ന് തോന്നിയാണ് ഞാൻ വന്നത് പെട്ടെന്ന്. ആക്ച്വലി നമ്മൾ സ്പിരിച്വാലിറ്റിയെ പറ്റി പറയുമ്പോൾ നമുക്ക് ചില ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു അവെയർനെസ് അല്ലെങ്കിൽ നമ്മുടെ ബ്ലോക്കേജസിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ അവെയർനെസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ആക്ച്വലി രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മുടെ ബ്ലോക്കേജുകൾ എലിമിനേറ്റ് ആവുന്നതും നമ്മുടെ അവെയർനെസ് ഇൻക്രീസ് ചെയ്യുന്നതും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അതിൽ ആദ്യം പറഞ്ഞതാണ് കുറച്ചുകൂടെ ഈസി. സോ എപ്പോഴും നമ്മൾ അതായിരിക്കും, അത് ശ്രദ്ധിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതായത് ബ്ലോക്കേജസിനെ എലിമിനേറ്റ് ചെയ്യുന്ന അത് നമുക്ക് എപ്പോഴും ഏറ്റവും വലിയ ഒരു സംഭവത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ മൈക്കൽ സിംഗർ എന്ന് പറയുന്ന വ്യക്തി, പുള്ളിയുടെ ഒരുപാട് പുസ്തകങ്ങളും ആ കാര്യം ഞാൻ വായിച്ചിട്ടുണ്ട്, പോഡ്കാസ്റ്റുകൾ. അപ്പോൾ പുള്ളി പറയുന്നത് പോലെ നമുക്ക് വലിയൊരു സംഭവത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി അത് നമുക്കിപ്പോൾ ഒരു പിയാനോ നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു വയലിൻ പഠിക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ ആദ്യം സ രി ഗ മ പ ധ നി സ, ആ സംഭവം, അത് പിന്നെ പല രാഗങ്ങളിൽ പല രീതിയിൽ, പിന്നെ അതിൻ്റെ ചില വേരിയേഷൻസ്, അങ്ങനെയാണ് പഠിച്ച് നമ്മളൊരു വലിയ കീർത്തനത്തിലോട്ടോ ഒക്കെ ഒരു കച്ചേരിയിലോട്ടോ ഒക്കെ നമ്മൾ എത്തുക. അപ്പോൾ അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ വന്ന് നമ്മൾ കച്ചേരി പാടണമെന്ന് വിചാരിച്ചാൽ അത് നടക്കൂല എന്ന് മാത്രമല്ല, ആ ഫസ്റ്റ് ഡേ ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളത് നിർത്തിയിട്ട് പോകണതിൽ യാതൊരു അർത്ഥമില്ല. അതുപോലെയാണിത്. കുഞ്ഞു സ്റ്റെപ്പുകളാണ് സ്പിരിച്വാലിറ്റിയിൽ വരുന്നത്, അവെയർനെസ്സിൽ വരുന്നത്. നമ്മുടെ വെൽബീയിങ് ഇൻക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ അവെയർനെസ് ഇൻക്രീസ് ചെയ്യാൻ, നമ്മുടെ ഉള്ളിൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ, എല്ലാം ചെറിയ സ്റ്റെപ്സാണ് ഫസ്റ്റ് നമ്മൾ അവലംബിക്കേണ്ടത്. അതിലൊരു സ്റ്റെപ്പ് ഞാൻ പറയാം. അതായത് അതൊരു വെതർ ടെക്നിക്കാണ്. അത് മൈക്കൽ സിംഗർ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ അതായത് ഇപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര വെയിൽ, പ്രത്യേകിച്ചും ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമുക്കിവിടെ സ്ഥിരം അറിയാം, കേരളത്തിൽ പ്രത്യേകിച്ച്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആക്ച്വലി പാലക്കാടാണ്. ഇവിടെ അതിന് നല്ല ചൂടാണ്, നല്ല വെയിലാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ രാവിലെ ആ ഒരു ചൂട് നമുക്ക് അടിക്കുന്ന സമയത്ത് നമ്മൾ ആ വെയിലിനെ കുറ്റം പറഞ്ഞിട്ടോ മോശം പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ആ വെയിൽ എന്ത് വെയിൽ, അഴുക്ക വെയിൽ, കൊള്ളാത്ത വെയിൽ, ചൂടെടുക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടോ അപ്പോൾ നമ്മളത് പറയുമ്പം, ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ, നമ്മൾ ഇത് പറയുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഹാർട്ടിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, ഹാർട്ട് ചെറുതായിട്ടൊന്ന് ക്ലോസ് ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. ഓ എന്തൊരു വെയിൽ, അവിടെ ഹാർട്ട് ക്ലോസ് ആണ്. പക്ഷേ ദ തിങ് ഈസ്, വെയിൽ മാറില്ല. ആ വെയിൽ അവിടെ ഉണ്ട്. അത് ഒരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു ഫാക്റ്റാണ്. അത് മനസ്സിലാക്കുന്ന ഒരാൾ, നമ്മളതിനെതിരെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും അത് വെയിൽ മാറില്ലെന്ന് മനസ്സിലാക്കിയാൽ, മേ ബി നമുക്ക് AC മേടിച്ച് വെക്കാം, അല്ലെ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവും അതിന് പകരമായിട്ട്. പക്ഷേ ആ വെയിലെന്ന് പറയുന്ന സംഭവം മാറില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് വെയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ചുമ്മാ ഹാർട്ടൊക്കെ ക്ലെൻസ് ചെയ്ത് വെച്ചിട്ടൊന്നും കാര്യമില്ല. ആ സമയത്താണ് നമ്മൾ ഒരു നോട്ടാണ്, നമ്മൾ സാരി എന്ന് പഠിക്കുന്ന പോലെ ഒരു നോട്ടാണ്. ആ സമയത്ത് നമുക്ക് ആ ഒരു ഡിസ്റ്റർബൻസിൽ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയാൽ, നമ്മുടെ ഹാർട്ടിനെ റിലീസ് ചെയ്യാൻ പറ്റിയാൽ, ആ ഒരു ഹീറ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ, ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി ഈസ് അക്സെപ്റ്റൻസ്. ആ ഒരു വെയിലിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, അതാണ് ഫസ്റ്റ് കീ നോട്ട്. അല്ലാതെ വലിയ കാര്യങ്ങൾ ഞാൻ ഏറ്റവും ഹയസ്റ്റ് ലെവലിലെത്തണം എന്നൊന്നും ആദ്യം ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ഫസ്റ്റ് നമ്മളിങ്ങനെ കുഞ്ഞു സ്റ്റെപ്പുകൾ ചെയ്യാം. അതുപോലെ ഇന്നിപ്പം മഴയാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മഴയാണ് കേരളത്തിൽ നടക്കുന്നത്. ഇവിടെ പാലക്കാട് മഴ തന്നെയാണ്. അപ്പോൾ ആ രാവിലെ മഴ പെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മഴ പെയ്ത് നമുക്ക് നടക്കാൻ പറ്റത്തില്ല, കുട കൊണ്ട് നടക്കാൻ പറ്റുമെങ്കിലും ശരീരം മുഴുവൻ നനയും. ആ ഒരു കേസ് വരുമ്പോഴും എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഓഫ് കോഴ്സ് അതാണ് വഴി, അത് മാത്രം നടക്കൂ. പിന്നെ നമുക്ക് അത് എൻജോയ് ചെയ്തൂടെ? നമുക്ക് ഒരു വഴിയില്ലെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഹർട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല, നമ്മളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുക. വെയിലാണെങ്കിൽ തന്നെ ഓഫ് കോഴ്സ് നമ്മൾ പുറത്ത് ഇറങ്ങരുത്, വെയിൽ കൊണ്ടുകൊണ്ട് നിൽക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. നമ്മൾ കൃത്യമായിട്ട് പ്രിക്കോഷൻസ് എടുത്ത് ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്, ആവശ്യത്തിന് വെള്ളം കുടിക്കുകയാണ്, എല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വെയിലിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. ആ വെയിലിന് ആ ഒരു ചൂട് നമുക്കറിയുന്നൊന്നുമല്ല, ആ വെയിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. അതുപോലെ മഴ നമ്മൾ ഡയറക്റ്റ് തലയിൽ നനഞ്ഞ് പനി പിടിപ്പിക്കാതിരുന്ന് കഴിഞ്ഞാൽ ആ മഴയും നമ്മളൊന്നും ചെയ്യുന്നില്ല. നമുക്ക് കുട ഉപയോഗിച്ച് നടക്കാം. മേ ബി നമ്മുടെ ശരീരത്തിനും കുറച്ച് വെറ്റാക്കും, നനയ്ക്കും, അത് പിന്നീട് ഉണങ്ങിക്കോളും.
അപ്പോൾ അങ്ങനൊരു സമയത്ത് നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് റെയിൻ കോട്ട് വേണമെങ്കിൽ റെയിൻ കോട്ട് മേടിച്ചിടാം, എന്ത് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ ആ മൈൻഡ് കൊണ്ടുള്ള റെസിസ്റ്റൻസ് കൊണ്ട് യാതൊരു ഉപയോഗമില്ല. ആ മൈൻഡ് കൊണ്ടുള്ള റെസിസ്റ്റൻസ് കൊണ്ട് മഴ പെയ്യുന്നെന്ന് പറഞ്ഞിട്ട് യാതൊരു ഉപയോഗമില്ല. എന്തെങ്കിലും അതുകൊണ്ട് ഉപയോഗം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മേ ബി നിങ്ങൾക്ക് സ്വയം എന്തെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മഴ അയ്യോ ഭയങ്കര മഴ എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് കിട്ടുന്നത്? നത്തിങ്. അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് അല്ലാതെ പോസിറ്റീവായിട്ട് ഒരു സംഭവം നടക്കാനില്ല, അതുകൊണ്ടൊന്നും കിട്ടാനില്ല. അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എനിക്കും അറിയണം. അങ്ങനെ അയ്യോ എന്ത് മഴ അല്ലെങ്കിൽ എന്ത് വെയിലെന്ന് നമ്മൾ പറയുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം പ്രകൃതിയിലുണ്ടാവുന്നില്ല, നമ്മുടെ ഉള്ളിലും ഒന്നും ഉണ്ടാവുന്നില്ല. പിന്നെ ആ ഒരു ക്ലെൻജിങ്ങിൻ്റെ ആവശ്യം എന്താണ്? എന്തിനാണ് അവിടെ ഹാർട്ടിനെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത്? അവിടെ നമുക്ക് ഗ്ലേസ് ചെയ്തുകൂടെ? അവിടെ നമുക്ക് പീസ്ഫുള്ളായിട്ട് ഇരുന്നൂടെ? സോ അതാണ് ഒരു വെതർ ടെക്നിക്ക്. ഇപ്പം മൈക്കൽ സിംഗറിൻ്റെ ഒരു പോഡ്കാസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇനി അടുത്തടുത്ത വീഡിയോസ് തരാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്, ഒരുപാട് നന്ദി, ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു സോ മച്ച് ഫ്രം മൈ ബോട്ടം ഓഫ് ഹാർട്ട്. ടേക്ക് കെയർ.